ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സാക് മാക്സ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഗ്രാഫിക്കൽ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ FIUGP സിലബസിൽ മാത്സിൻ്റെ പ്രാക്ടിക്കൽസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ മാത്തമാറ്റിക്സ് മെയിൻകാർക്കായിരുന്നു ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോംപ്ലിമെൻ്ററി മാത്സുകാർക്കും, അതായത് FIUGP സിലബസ് പ്രകാരം കോംപ്ലിമെൻ്ററി മാത്സുകാർക്കും ഈ ഒരു സാക് എന്ന സോഫ്റ്റ്വെയർ അവിടെ പ്രാക്ടിക്കൽ സെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സാക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു സിമ്പിൾ പ്രോഗ്രാം ഇത് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും എന്നൊരു സെക്ഷനാണ് നമ്മളിപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ശരിക്കും ഒരു ഓപ്പൺ സോഫ്റ്റ്വെയർ ലൈസൻസോട് കൂടിയ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റുന്ന പ്രോഗ്രാംസാണ് ഈ ഒരു സാക് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ മാത്തമാറ്റിക്കൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ സാക്കിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉബണ്ടു ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും മാക് OS ആണെങ്കിലും ഒരുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് കുട്ടികൾക്ക്, അതായത് നമ്മുടെ മാത്സുകാർക്കും അതുപോലെ തന്നെ ഫിസിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനും ഏറ്റവും അത്യാവശ്യവും അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട സോഫ്റ്റ്വെയർ നമ്മുടെ ഈ ഒരു സാക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. പൈത്തൺ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സാക് ലാംഗ്വേജും വരുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സാക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നത്, ദെൻ അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു സിമ്പിൾ പ്രോഗ്രാം ഇതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കിവിടെ ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സാക് മാക്സ് 9.3 നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. സോ അതിൽ നമ്മൾ ആദ്യം ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും അവിടെ ആദ്യം ഓപ്പണായി വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രൗസറിൽ, അപ്പോൾ അത് ക്രോം ബ്രൗസറാണെങ്കിൽ ക്രോം ബ്രൗസർ, ഫയർഫോക്സ് ആണെങ്കിൽ ഏതാണോ ബ്രൗസർ, ആ ഒരു ബ്രൗസറിൽ നമ്മൾ ഡീഫോൾട്ട് കൊടുത്തിരിക്കുന്ന ബ്രൗസറിൽ തന്നെ എന്ത് ചെയ്യും, ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പണായി വരും. അപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പണായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വിൻഡോ ആയിരിക്കും നമ്മളവിടെ ഓൾറെഡി കാണുന്നത്. അപ്പോൾ ഇതിൽ പോയതിന് ശേഷം നിങ്ങളോട് നോക്കുക, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പൈത്തൺ 3 സാക് മാക്സ് 9.3 എന്ന ഓപ്ഷൻസ് കാണും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ സാക് മാക്സ് 9.3 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ന്യൂ ടാബിൽ ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പണായി വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ സാക്കിൻ്റെ പ്രോഗ്രാംസ് നമുക്കവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിനകത്ത് ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ലെവൽ നോക്കുന്നില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ ഇതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ദെൻ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളിതിനകത്ത് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എങ്ങനെ ഓപ്പണായി വന്നിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഇൻപുട്ട് സെല്ലുണ്ടാവും. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലൈൻ നമ്മൾ പറയുന്ന പേരാണ് ഇൻപുട്ട് സെൽ അല്ലെങ്കിൽ കോഡ് സെൽ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ്, അപ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാമാണോ കൊടുക്കുന്നത്, പ്രോഗ്രാം മീൻസ് നമ്മളെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഫോർ എക്സാമ്പിൾ A+B, A-B ഇതുപോലുള്ള ഏതെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞ സിമ്പിൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്. ഒരുപാട് വലിയ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് നമുക്ക് ഇതുവഴി സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രാഫ്സ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് ഫയലാണ് കൊടുക്കുന്നത് അതനുസരിച്ച്, അല്ലെങ്കിൽ ഏത് കോഡാണ് കൊടുക്കുന്നത് അതനുസരിച്ച് ഇവിടെ എക്സിക്യൂഷൻ നടക്കും. അപ്പോൾ ഏതാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഡ് അത് നമ്മുടെ ഈ ഒരു ബോക്സിനകത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിനോട് പറയുന്ന പേരാണ് ഇൻപുട്ട് സെല്ല്, അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേര് കോഡ് സെൽസ് എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ബ്രൗസറിൽ കോഡ് സെൽസ് അവിടെ ഓപ്പണായി വരും. സോ നമ്മളപ്പോൾ ഈ ഒരു ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ കാണുന്ന ഇതിന് ചുറ്റും എന്താണ്, ഒരു ഗ്രീൻ ലൈനാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഗ്രീൻ ലൈനാണ് സാധാരണ കാണേണ്ടത്. ബട്ട് ഇൻ കേസ് അവിടെ ഒരു ബ്ലൂ ലൈനാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നോട്ട്ബുക്ക് ഓപ്പൺ ആയിരിക്കുന്ന കമാൻഡ് മോഡിലാണ്. അപ്പോൾ നമുക്കിവിടെ ഗ്രീൻ ലൈനാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ആവശ്യമുള്ളതും ഗ്രീൻ ലൈൻ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഒരു കോഡ് നമ്മൾ എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോഡ് റൺ ചെയ്യിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഈ ഒരു കോഡ് റൺ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു റൺ എന്ന് പറയുന്ന കമാൻഡാണ്. ഇവിടെ നമുക്ക് റൺ ഉണ്ട്, ദെൻ അതുപോലെ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ കേർണൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇൻട്രപ്റ്റ് കേർണൽ എന്ന് പറയുന്ന ആ ഒരു ബോക്സ് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൺസ് ഇവിടെ റൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. റൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു സെല്ലിൽ കമാൻഡ് എന്ത് ചെയ്യും, അവിടെ അത് റൺ ആവും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഫേസിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബോക്സിനകത്ത്
2+2 എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ ഞാനൊരു റൺ ഓപ്ഷൻ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് 2+2 ഇങ്ങനെ കൊടുത്തു. ഔട്ട്പുട്ട് എനിക്ക് അവിടെ 4 എന്ന്. ഞാൻ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പ്രൈം എന്നൊരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ ഇൻപുട്ടിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഇൻപുട്ടിൽ പ്രസ് ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കമാൻഡ് മോഡായിരിക്കും. സോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ മോഡിലോട്ട് മാറും. അപ്പോൾ നമ്മളതിനെ ഈ പ്രൈം എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ കൊടുക്കുന്ന നമ്പർ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. സോ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. സോ ഞാൻ 2017 എന്നൊരു നമ്പർ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഓപ്ഷൻ അവിടെ റൺ ചെയ്യുവാണ്. സോ അതെന്താണ് 2017 എന്ന് പറയുന്ന ആ ഒരു നമ്പർ അവിടെ പ്രൈം നമ്പറാണ്. സോ അതുകൊണ്ട് ആ ഓപ്ഷൻ എന്തായാലും കിട്ടി, നമുക്കിവിടെ ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ ഇതുപോലെയുള്ള മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സിമ്പിൾ മാത്തമെറ്റിക്കൽ ടൂൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രഷൻസ് നമുക്കിതിൽ സിമ്പിൾ എന്നല്ല, നിങ്ങളുടെ ആ ഒരു ലെവലിൽ ഇപ്പോൾ നമുക്ക് സിമ്പിൾ പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ, കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാംസ് ഒന്നും അതിൽ വരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതവിടെ ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അഡ്വാൻസ് ലെവലിലോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലിലോട്ടോ അല്ല പോകുന്നത്, ജസ്റ്റ് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഓൺ ചെയ്യാൻ പറ്റുന്നത്, ദെൻ അതുപോലെ തന്നെ എങ്ങനെയാണ് സിമ്പിൾ മാത്തമാറ്റിക്സ് നമുക്ക് ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അത്തരം കാര്യങ്ങൾ മാത്രമേ ഈ ഒരു സെക്ഷനിൽ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് നമ്മൾ ചെയ്തു നോക്കി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ ഫയൽ മെനൂസ് ഉണ്ട്, എഡിറ്റ് മെനു ഉണ്ട്, വ്യൂ ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, സെൽ ഉണ്ട്, കേർണൽ ഉണ്ട്, വിഡ്ജറ്റ് ഉണ്ട്, ഹെൽപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കീബോർഡ് ഷോർട്ട് കട്ട്സും ബാക്കിയെല്ലാം നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സാങ്ങിൻ്റെ ട്യൂട്ടോറിയൽസ് എൻ്റെ വെബ്സൈറ്റിലുള്ള ട്യൂട്ടോറിയൽസ് ഇതിനകത്തുണ്ട്. ദെൻ അതുപോലെ തന്നെ പൈതൺ ലാംഗ്വേജസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫയലിൽ ഞാനിപ്പോൾ സേവ് ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ആവശ്യമുള്ളതനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു സാക് മാത്സിൻ്റെ 9.3 അടുത്ത ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അടുത്ത വിൻഡോസ് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വിൻഡോയിൽ എന്ത് ചെയ്യും, പുതിയൊരു സെൽ അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഓരോ സെല്ല് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം. ദെൻ സെൽസ് സേവ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം, കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, കോപ്പി ദെൻ പേസ്റ്റ്. ഓക്കെ, ഇത്തരം ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബേസിക് ലെവൽ നോക്കുന്ന സമയത്ത് ഇത്രയും ടൂൾസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതിയാവും സിമ്പിൾ മാത്തമാറ്റിക്സ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ 1-2 പ്രോഗ്രാംസിൽ നമ്മുടെ 1-2 എക്സ്പ്രഷൻസ് നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻസും ദെൻ അതുപോലെ തന്നെ നമ്മുടെ റൈസ് ടു എന്ന ഫംഗ്ഷൻസ് നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ എയും ബിയും എന്ന 2 നമ്പേഴ്സ് എടുക്കും. എ = 10 ആണ്, അതേസമയം ബി = 8 ആണ്. ഓക്കെ, എ = 10 ആൻഡ് ബി = 8. അപ്പോൾ ഇങ്ങനെ 2 നമ്പേഴ്സ് എടുക്കുന്നു. ഈ 2 നമ്പേഴ്സും എനിക്ക് ആദ്യം അഡിഷൻ ചെയ്യണം, രണ്ടാമതായിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണം, മൂന്നാമതായിട്ട് ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഇത്രയും നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളതിന് യൂസ് ചെയ്യേണ്ട കോഡെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻറ്റ്. നമ്മൾ സാധാരണ നമ്മുടെ പൈതൺ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന പ്രിൻ്റ് എന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസ് ചെയ്തിട്ട് അവിടെ ബ്രാക്കറ്റ്സിനകത്ത് a പ്ലസ് ബി കൊടുക്കുന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, പ്രിൻറ്റ് a മൈനസ് ബി. ദെൻ അതുപോലെ തന്നെ പ്രിൻറ്റ് a ഇൻറ്റു ബി, പ്രിൻറ്റ് a ഇൻറ്റു ബി. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ നമ്മുടെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലോട്ട് എത്തി. സോ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഞാൻ ഇനിഷ്യലൈസേഷൻ ചെയ്യുവാണ്. അതായത് എയുടെ വാല്യൂ ഞാൻ അവിടെ 10 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എയുടെ വാല്യൂ 10 ആണ്. എൻ്റർ പ്രസ് ചെയ്യുക. ദെൻ അവിടെ ബിയുടെ വാല്യൂ നമുക്ക് സെക്കൻഡ് നമ്മളെടുത്ത ബി ആയിരുന്നു. ബിയുടെ വാല്യൂ എത്രയാണ് പറഞ്ഞത്, 8 എന്നാണ് പറഞ്ഞത്. ഓക്കെ, കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ പ്രിൻറ്റിൽ അവിടെ പി ഒക്കെ നമ്മൾ ക്യാപിറ്റൽ അല്ല കൊടുക്കുന്നത്, എല്ലാം സ്മോൾ ലെറ്റേഴ്സാണ് കൊടുക്കുന്നത്. സോ എന്ത് ചെയ്യുക, പ്രിൻറ്റ് കൊടുത്തതിന് ശേഷം അവിടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ കൊടുക്കുന്നത് a മൈനസ് ബി ആണ്. ഓക്കെ, നമുക്ക് a പ്ലസ് ബി കൊടുക്കുക ആദ്യം. ഓക്കെ, a പ്ലസ് ബി കൊടുക്കുന്നു. ദെൻ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക. ബ്രാക്കറ്റ്സ് ഓൾറെഡി ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇൻ കേസ് ക്ലോസ്ഡ് അല്ല എന്നത് ശ്രദ്ധിക്കുക. then അടുത്ത പ്രിൻറ്റ് കമാൻഡ് കൊടുക്കുന്നുണ്ട്. അടുത്ത് എനിക്ക് ഇതിൻ്റെ സബ്ട്രാക്ഷനാണ് നമുക്ക് ആവശ്യം. സോ a മൈനസ് ബി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് വീണ്ടും എൻ്റർ പ്രസ് ചെയ്യുക. വീണ്ടും അവിടെ പ്രിൻറ്റ് ഓപ്ഷൻ കൊടുക്കുക. പ്രിൻറ്റ് ഓപ്ഷൻ കൊടുത്ത് വീണ്ടും ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. എനിക്ക് അവിടെ a ഇൻറ്റു ബി കൂടി ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, a ഇൻറ്റു ബി. ഓക്കെ, സോ ബ്രാക്കറ്റ്സ് എല്ലാം ക്ലോസ്ഡ് ആണ്. സോ ഇനി എന്ത് ചെയ്യുക, നമ്മളിതിൽ റൺ ഓപ്ഷൻ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൺ ഓപ്ഷൻ പ്രസ് ചെയ്തു. നമ്മൾ കൊടുത്ത ആ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കമാൻഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ, ഓക്കെ, നമുക്ക് ഒരു ഔട്ട്പുട്ട് നമ്മൾ ചെയ്ത റിസൾട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് ഓപ്ഷൻ കൊടുക്കണം, അവിടെ പ്രിൻ്റ് എന്ന് കൊടുക്കുക. പ്രിൻറ്റ് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഇൻ കേസ് ഞാനിപ്പോൾ ഇതിനെങ്ങനെ ഒന്ന് കോപ്പി ചെയ്യണം കേട്ടോ. കോപ്പി ചെയ്തു, ഞാനിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ,
നമുക്ക് അവിടെ ഔട്ട്പുട്ട് വരും. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാൻ അവിടെ A = 10 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, അല്ലെങ്കിൽ A = 12 എന്ന് കൊടുത്തു. എന്നാൽ ഞാൻ പ്രിൻ്റ് എന്ന് കൊടുത്തതിന് ശേഷം പ്രിൻ്റ് A എന്ന് കൊടുക്കുവാണ്. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്ത് പ്രിൻ്റ് A കൊടുക്കുന്നു. അപ്പോൾ ഞാൻ റൺ ചെയ്യുമ്പോൾ അവിടെ എനിക്ക് എന്ത് വരും? അവിടെ ആ എയുടെ വാല്യൂ തന്നെ എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാല്യൂ അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ, ഓക്കെ, നമ്മളിപ്പോൾ അവിടെ ഒരു വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഞാൻ A എന്ന് മാത്രം കൊടുത്തിട്ട് പ്രിൻ്റ് A എന്ന് കൊടുക്കുവാണ്. പ്രിൻ്റ് A കൊടുക്കുന്നു, റൺ ചെയ്യുക. നമുക്ക് അവിടെ തൊട്ട് മുൻപിൽ, ഓക്കെ, നമ്മൾ എന്താണോ നേരത്തെ ചെയ്തത് അതിന് എന്ത് ചെയ്യും? അവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. സോ അങ്ങനെ വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസിൽ നമ്മൾ ആ വാരിയബിൾസ് അല്ലെങ്കിൽ ആ വാല്യൂസ് എന്ത് ചെയ്യുക? നമ്മൾ ഓൾറെഡി അവിടെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു നമ്പറിനെ എന്ത് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്? നമ്മുടെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രാക്ടിക്കൽ സമയത്ത് കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൈന്, ടാന്, കോസ്. ഓക്കെ, അപ്പോൾ ഇത്തരം വാല്യൂസൊക്കെ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് വാല്യൂസ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അവിടെ സൈനിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പൈ അവിടെ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം ഇവിടെ. ഇപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്കവിടെ സൈൻ π/2ൻ്റെ വാല്യൂ എനിക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, സൈൻ π/2ൻ്റെ വാല്യൂ എനിക്ക് അവിടെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പൈ എന്നൊരു നമ്പർ അവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പൈ ആയിട്ട് നമുക്ക് ഗ്രീക്ക് ലെറ്റർ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സോ നിങ്ങൾ അവിടെ ചെയ്യേണ്ട വേറൊന്നുമില്ല. പ്രിൻ്റ് എന്ന കമാൻഡ് കൊടുക്കുക. പ്രിൻ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് സൈൻ എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് PI എന്ന് കൊടുത്താൽ മതി. PI ഓൾറെഡി എന്താണ്? പൈ എന്ന് ഡിഫൈൻഡ് ആണ്. സോ അതെന്ത് ചെയ്തോളും? അവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു? റൺ കമാൻഡ് പ്രസ് ചെയ്യുന്നുണ്ട്. സൈൻ π/2ൻ്റെ വാല്യൂ നമുക്കിവിടെ 1 എന്ന് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഇതിൽ തന്നെ ഞാൻ പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് നമുക്ക് കോസിൻ്റെ വാല്യൂ നോക്കാം. ഓക്കെ, കോസ് π/2, പ്രിൻ്റ് കോസ് π/2. ഓക്കെ, അപ്പോൾ ഈ പൈ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ കീവേഡ്സ് ആണ്. ഓൾറെഡി പൈയുടെ വാല്യൂ 3.14 സംതിങ് ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ് പൈ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ പൈ കോസ് π/2 കൊടുക്കുന്നുണ്ട്. സോ ഇനി എന്ത് ചെയ്യുക? അവിടെ റൺ കമാൻഡ് കൊടുക്കുക. ഓക്കെ, കോസ് π/2 എത്രയാണ്? 0. സൈൻ π/2, സൈൻ 90യുടെ വാല്യൂ 1 ആണ്. കോസ് 90യുടെ വാല്യൂ 0 ആണ്. നമുക്ക് ഓൾറെഡി അറിയുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലോഗരിതമിക് ഫോമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലോഗ് വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ലോഗ് വാല്യൂസ് എടുക്കാൻ വേറൊന്നുമില്ല. ലോഗ് എന്ന കമാൻഡ് കൊടുത്താൽ മതി. ലോഗ് വാല്യൂ അവിടെ വർക്കാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പവർ, ഓക്കെ, ഒന്നിൻ്റെ പവർ വാല്യൂ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? പവർ റൈസ് ടു സംതിങ്, അതെങ്ങനെ എടുക്കാൻ പറ്റും? നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം എക്സിന് x = 2 എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ദെൻ പ്രിൻ്റ് സ്മോൾ ലെറ്റർ പ്രിൻ്റ് ആണ്, PRINT. ഓക്കെ, പ്രിൻ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് എക്സ് റൈസ് ടു എന്നുള്ളത് എനിക്കിവിടെ x² വാല്യൂ വേണം. ഞാൻ എക്സിനെ 2 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് x² വാല്യൂ അവിടെ ആവശ്യമാണ്. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം? റൈസ് ടു ഈ ഒരു സിമ്പിൾ അവിടെ കൊടുക്കാം. Shift 6 പ്രസ് ചെയ്യുമ്പോൾ ഈ സിമ്പിൾ അവിടെ വരും. ഓക്കെ, സോ നമ്മൾ 2 എന്ന് കൊടുക്കുന്നു. ദെൻ എന്ത് ചെയ്യുക? കമാൻഡ് റൺ ചെയ്യാം. അവിടെ നമുക്ക് 4 എന്ന് കിട്ടും. മനസ്സിലായോ? സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് ഒരു പവർ അല്ലെങ്കിൽ റൈസ് ടു, ഓക്കെ, സ്ക്വയർ വാല്യൂ, ക്യൂബ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു പ്രോഗ്രാംസോടെ എക്സിക്യൂട്ട് ചെയ്യാം. നിങ്ങൾ ഈ സിമ്പിൾ പ്രോഗ്രാംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സാക് സോഫ്റ്റ്വെയറിൽ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സൈൻ എക്സിൻ്റെ ആയാലും കോസ് എക്സിൻ്റെ ആയാലും കമ്പൈൻ ചെയ്തുള്ള ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്, സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം? ഫംഗ്ഷനിൽ നമ്മൾ സൈൻ എക്സ് അവിടെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ f = ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളവിടെ സൈൻ എക്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സൈൻ എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇവിടെ തൊട്ട് മുൻപ് നമ്മൾ പ്രിൻ്റ് എന്ന ഓപ്ഷൻസ് യൂസ് ചെയ്ത്, കാരണം നമുക്ക് അവിടെ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചാൽ മതി, ടെക്സ്റ്റ് മാത്രം കാണിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രാഫിക്കലി നമുക്ക് കാണിക്കണം. അപ്പോൾ ഗ്രാഫിക്കലി ഒരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യേണ്ട കോഡ് എന്ന് പറയുന്നത് പ്ലോട്ട് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പ്ലോട്ട് എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. PLOT
സ്മോൾ ലെറ്ററിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. പ്ലോട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ എഫിൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. സൈൻ എക്സിൻ്റെ ഗ്രാഫ് വിത്തിൻ ദ ഇൻ്റർവൽ -π to π. ഓക്കെ, പൈ മുതൽ പൈ വരെയുള്ള ഗ്രാഫ് അത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഗ്രാഫിക്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ആ ഒരു ഗ്രാഫാണ് ഔട്ട്പുട്ടിൽ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലോട്ട് ഫംഗ്ഷൻ കൊടുക്കുന്നു. ഫംഗ്ഷൻ ആകെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. എക്സിൻ്റെ വേരിയബിൾ എക്സ് ഏത് മുതൽ ഏതൊരു വേരി ചെയ്യണം, -π മുതൽ ഓക്കെ -π മുതൽ +π വരെ എന്ത് ചെയ്യുക, വേരി ചെയ്യുക. ഓക്കെ, -π മുതൽ +π വരെ എന്ത് ചെയ്യണം, അവിടെ വേരി ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സാക് സോഫ്റ്റ്വെയർ നോക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ കോഡ് അവിടെ ചിലപ്പോൾ വർക്ക് ചെയ്തില്ല. നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ ജസ്റ്റ് ഒരു ലൈൻ മാത്രമായിരിക്കും, ഇങ്ങനത്തെ ഒരു ലൈൻ മാത്രമായിരിക്കും ആക്സിസിൻ്റെ മുകളിൽ കാണുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ ഓക്കെ, ഇൻ കേസ് വരുവാണെങ്കിൽ അവിടെ നിങ്ങളിവിടെ ആദ്യം ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ വേരിയബിളായിട്ട് അവിടെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, എക്സിന് നിങ്ങളവിടെ വേരിയബിളായിട്ട് എന്ത് ചെയ്യണം, അവിടെ ആദ്യം ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് വേരിയബിൾ എക്സ് അല്ലെങ്കിൽ VAR ബ്രാക്കറ്റ്സിനകത്ത് സിംഗിൾ കോഡ്സിൽ എക്സ് കൊടുത്താൽ മതി. അവിടെ എന്ത് ചെയ്തോളും, അതവിടെ എക്സിക്യൂഷൻ നടക്കും. ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ എന്താണ് അവിടെ ഗ്രാഫ് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ, അപ്പോൾ ഞാൻ 2 സിറ്റുവേഷൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഫംഗ്ഷൻ ഓക്കെ F = sin x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ അവിടെ ഡിഫൈൻ ചെയ്തു. sin x ബ്രാക്കറ്റ്സിനകത്താണെന്ന കാര്യം കറക്റ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ എൻ്റർ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്രിൻ്റ് അല്ല പ്ലോട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പ്ലോട്ട് കൊടുത്തു, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് F, ദെൻ വീണ്ടും ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് എക്സ് ഏത് മുതൽ ഏത് വരെ -π to π. ഓക്കെ, -π മുതൽ പൈ വരെയാണ് എന്ത് ചെയ്യേണ്ടത്, അതവിടെ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത് ഓക്കെ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക, അവിടെ നമുക്ക് ഔട്ട്പുട്ട് വരും, ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ F = sin x എടുത്തിട്ടുണ്ട്. സോ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ Fx, -π to π നമുക്ക് അവിടെ ഒപ്റ്റെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ ഇതിലിപ്പോൾ 1-2 ഫംഗ്ഷൻസ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് എക്സിനൊക്കെ നമ്മൾ തൊട്ട് മുൻപ് ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈനാണ്, ഇൻ ലൈനിൽ ഫസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് തൊട്ട് മുൻപ് നിങ്ങൾ എക്സിനൊക്കെ വേറെ വേരിയബിൾസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സിൻ്റെ വാല്യൂടെ 1 എന്നോ അങ്ങനെ എന്തെങ്കിലും അവിടെ അസ്യൂം ചെയ്ത് ഇരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ കാണിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ എക്സിന് 2 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, x = 2 എന്ന് കൊടുക്കുന്നു. അടുത്ത് ഞാൻ അവിടെ പ്രിൻ്റ് എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, പ്രിൻ്റ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഞാനിതിവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്കിവിടെ 2 എന്ന് പ്രിൻ്റ് ചെയ്തു തന്നു. അതിനുശേഷം തൊട്ട് താഴെയാണ് ഞാൻ ഈ ഒരു വേരിയബിൾ കൊടുക്കുന്നതെങ്കിൽ ഓക്കെ വീണ്ടും ഞാൻ ഈ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കൊടുക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും റൺ ചെയ്യിപ്പിക്കുവാണ്. ഓക്കെ, ഇവിടെ വരുന്ന ഫംഗ്ഷൻ കണ്ടോ, ഇങ്ങനത്തെ ഒരു സിംഗിൾ ലൈൻഡ് ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ഇവിടെ തന്നെ നിങ്ങൾ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ലാബ് എക്സാമിന് പോകുമ്പോൾ പുതിയ ഫയൽസിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ കോഡിൻ്റെ കൂടെ ഓക്കെ തൊട്ട് മുകളിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ അത് കോഡ് ഒന്നുകൂടി ഒന്ന് പേസ്റ്റ് ചെയ്തു. ദെൻ അതിൻ്റെ മുകളിലായിട്ട് ഈ വേരിയബിൾ ഫംഗ്ഷൻ VAR ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൂടി എന്ത് ചെയ്യുക, അവിടെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, എക്സ് നമ്മൾ വേരിയബിൾ ആണെന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി റൺ ചെയ്യിപ്പിച്ച് നോക്കി, അതെന്ത് ചെയ്യും, കറക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടിയ അതേ ഗ്രാഫിന് എന്ത് ചെയ്തു, ഇവിടെ ഒപ്റ്റെയിൻ ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ കെയർഫുള്ളായിട്ട് അവിടെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ തൊട്ട് മുൻപ് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ട് എക്സിന് ഓൾറെഡി ഒരു വാല്യൂ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട്, കാരണം ഇതിങ്ങനെ ഓരോ ലൈൻ ബൈ ലൈനായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ലൈൻസിലുള്ള ഡാറ്റാസും തൊട്ട് അടുത്ത ലൈൻസിൽ എന്ത് ചെയ്യും, അവർ ഫീഡ്ബാക്ക് ആയിട്ട് അവിടെ ഒപ്റ്റെയിൻ ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരാം. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ വേരിയബിൾ എക്സ് എന്ന ഒരു ഭാഗം അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാധാരണ രീതിയിൽ F = sin x പ്ലോട്ട് Fx, -π to π നമുക്ക് അവിടെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതേ കോഡ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, sin x മാറ്റിയിട്ട് കോസ് ആക്കാം. ഓക്കെ, ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പേസ്റ്റ് ചെയ്തിട്ട് സൈൻ മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കോസ് ആക്കി മാറ്റുവാണ്. കോസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കി, നമുക്ക് കോസിൻ്റെ ഗ്രാഫ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ -π to π എന്നുള്ള മാറ്റി 0 to π എന്നാക്കുന്നു, 0 മുതൽ π വരെ. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് sin x ആക്കിയിട്ട് 0 to π വരെ നോക്കാം. sin x 0 to π ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ച് നോക്കി, കണ്ടോ 0 to π വരെ ഉള്ളത്, 0 to π വരെ ഇതുവരെ. അല്ലെങ്കിൽ നമുക്ക് 2π കൊടുത്താൽ കംപ്ലീറ്റ് സൈക്കിളും കിട്ടും. 2π കൊടുക്കുന്ന സമയത്ത് റൺ ചെയ്യിപ്പിക്കുക, 2 into π ആണ് കേട്ടോ.
ഓക്കെ, കണ്ടോ, നമ്മൾ സൈൻ വേവ്, നമ്മൾ സാധാരണ AC കറണ്ടൊക്കെ പഠിക്കുന്ന സമയത്തുള്ള അതേ ഗ്രാഫ് നമുക്കവിടെ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്ന ഗ്രാഫ് നമ്മളവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ വേണമെങ്കിൽ ഹെഡിങ്സ് കൊടുക്കാം. ഇപ്പോൾ ഇത് സൈൻ എക്സിൻ്റെ ഗ്രാഫാണെന്നൊക്കെ അറിയിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഹെഡിങ്സ് കൊടുത്ത് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, ടൈറ്റിൽ എന്ന ഓപ്ഷൻ കൊടുത്ത് എന്ത് ചെയ്യുക, അവിടുത്തെ ഹെഡിങ്സ് നമ്മളതിൽ ആഡ് ചെയ്യുക. ഓക്കെ, ടൈറ്റിൽ നമുക്കപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മളൊരു ഗ്രാഫിൽ മുകളിൽ നമുക്ക് എങ്ങനെ ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വേറൊന്നുമില്ല, ജസ്റ്റ് നമ്മളിത് കൊടുത്തു, പ്ലോട്ട് എന്ന ഫംഗ്ഷൻ കൊടുത്തു. പ്ലോട്ട് എന്ന ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം അതിൽ തന്നെ എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റ്സിനകത്ത് തന്നെ കോമ ഇട്ടതിന് ശേഷം ടൈറ്റിൽ എന്ന് കൊടുക്കുക. ഓക്കെ, HTML പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും നമ്മൾ ഈ ടൈറ്റിൽ കൊടുത്ത് എഴുതുന്നത്. അപ്പോൾ ടൈറ്റിൽ TITL. ഓക്കെ, ടൈറ്റിൽ എന്ന ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ടൈറ്റിൽ ഈക്വൽ ടു എന്ത് ടൈറ്റിൽ കാണിക്കണം, എനിക്കിപ്പോൾ ഗ്രാഫ് ഓഫ് സൈൻ എക്സ് എന്ന് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുന്നു. സിംഗിൾ കോട്ട്സ് ഓപ്പൺ ചെയ്തിട്ട് ഗ്രാഫ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, സൈൻ എക്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കി, കണ്ടോ, ഗ്രാഫ് ഓഫ് സൈൻ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ടൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ കൊടുക്കാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിൻ്റെ കളേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കോമ കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, ഇവിടെ കോമ കഴിഞ്ഞ ശേഷം നമ്മളവിടെ ആ ഒരു തിക്നെസ് എത്രയാണ്, ഗ്രാഫിൻ്റെ തിക്നെസ് എത്രയാണ്, അല്ലെങ്കിൽ കളർ നമുക്ക് കൊടുത്ത് നോക്കാം. കോമ ആയിട്ട് കളർ. ഓക്കെ, കളർ ഈക്വൽ ടു നമുക്ക് ഗ്രീൻ ആക്കാം. ഓക്കെ, ഗ്രീൻ എന്ന കളർ കൊടുക്കുന്നു. ജസ്റ്റ് ഗ്രീൻ എന്ന് കൊടുക്കുമ്പോൾ സിംഗിൾ കോട്ട്സിനകത്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് വർക്ക് ചെയ്യത്തില്ല. കൊടുക്കുന്നു, ദെൻ കോമ കൊടുക്കുക, റൺ ചെയ്യിപ്പിക്കുക. ഗ്രാഫ് ഇപ്പോൾ ഗ്രീനിലായിട്ട് മാറിയില്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഇപ്പോൾ നമ്മുടെ ഗ്രാഫ് ഗ്രീൻ കളറിൽ പ്ലോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റം വരുത്താൻ പറ്റും, ഹെഡിങ്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു സാക് മാത്സിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ ബേസ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്സ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം, സിമ്പിൾ കാൽക്കുലേഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സൈൻ എക്സിൻ്റെ കോസ് എക്സിൻ്റെ ഒക്കെ ഫംഗ്ഷൻസ് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ വാല്യൂസ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഒരു മാത്സിൻ്റെ പ്രാക്ടിക്കൽ കൂടുതലായിട്ട് അവിടെ ചോദിക്കുന്നത്. സോ ഞാനിപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഒരു ബേസിക് ആയിട്ട് മാത്രമേ ഈ ഒരു സാക് മാത്സിൻ്റെ ക്ലാസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു അഡ്വാൻസ്ഡ് ലെവലുള്ളവർക്ക് ഒരു ബിഗിനിങ് സ്റ്റേജിൽ മാത്രം നോക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഞാനിപ്പോൾ ഇതിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ഒരു കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, അതനുസരിച്ച് നമുക്ക് ഫർദർ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.